അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞത് സ്റ്റാക്ക് സാമ്പിളിങ്ങിനെ പറ്റിയിട്ടാണ്. മൊഡ്യൂൾ 5 മൊഡ്യൂൾ 5-ലാണ് ഇതൊക്കെ വരുന്നത്. മൊഡ്യൂൾ 5-ൽ നമ്മൾ എയർ ക്വാളിറ്റി മോണിറ്ററിങ്ങിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് ആൻഡ് മെഷർമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സാമ്പിളിങ്ങിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഗ്യാസസ് പൊല്യൂട്ടൻ സാമ്പിളിംഗ് പറഞ്ഞു, പിന്നെ പാർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻ സാമ്പിളിംഗ് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞു അതിൽ തന്നെ നമ്മൾ ആംബിയന്റ് ഒരു സാമ്പിളിങ്ങിനെ നമ്മൾ രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ആംബിയന്റ് എയർ സാമ്പിളിംഗ്, സ്റ്റാക്ക് സാമ്പിളിംഗ് നമുക്ക് പറയാൻ പറ്റും. ആംബിയന്റ് എയർ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് എയറിന്റെ സാമ്പിൾ സെലക്ട് ചെയ്യാം. സ്റ്റാക്ക് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പൊല്യൂട്ടഡ് എയറിന്റെ സാമ്പിളിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചിമ്മിനിയാണ്. അപ്പോൾ ചിമ്മിനിന്ന് അല്ലെങ്കിൽ സ്റ്റാക്കിൽ നിന്ന് സാമ്പിൾ എടുക്കുക, അതാണ് സ്റ്റാക്ക് സാമ്പിളിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. റെപ്രസെന്റേറ്റീവ് സാമ്പിൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അത് ഏത് ടൈപ്പ് സാമ്പിളിംഗ് ആണെങ്കിലും ബുദ്ധിമുട്ടാണ്. സ്റ്റാക്ക് സാമ്പിളിംഗിലാണെങ്കിൽ കുറച്ചും കൂടി കൂടും, കാരണം നമ്മൾ സ്റ്റാക്കിൽ നിന്ന് വരുന്ന കോൺസെൻട്രേഷൻ ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സാമ്പിൾ കിട്ടണം. അപ്പൊ അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തെന്നല്ലേ. നമുക്ക് സാമ്പിളിംഗ് സിസ്റ്റത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതില് നമ്മൾ എന്തൊക്കെയാണ്, നോസില് സാമ്പിളിംഗ് പ്രോബ് ഉണ്ട്, പിന്നെ പർട്ടിക്കുലേറ്റ് കളക്ടർ ഉണ്ട്, ഗ്യാഷ്യസ് കളക്ടർ ഉണ്ട്, ഗ്യാഷ്യസ് പൊല്യൂട്ടൻ കളക്ടർ ഉണ്ട്, പിന്നെ ഫ്ലോ മീറ്റർ, കൺട്രോൾ വാൾവ്, വാക്വം പമ്പ്, ഇതൊക്കെയാണ് അതിന്റെ സിസ്റ്റം വരിക. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പർട്ടിക്കുലേറ്റ് സാമ്പിളിംഗ്. അപ്പോൾ സ്റ്റാക്ക് സാമ്പിളിംഗിൽ പർട്ടിക്കുലേറ്റ് സാമ്പിളിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. സ്റ്റാക്കിൽ നിന്ന് എങ്ങനെയാണ് പാർട്ടിക്കിൾ സാമ്പിളിംഗ് ചെയ്യുക. സോ അതിലൊരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഐസോകൈനറ്റിക് ടെക്നിക് ആണ് ഉദ്ദേശിക്കുന്നത്. ഐസോകൈനറ്റിക് എന്ന് പറയുമ്പോൾ സ്പീഡ് സെയിം ആയിട്ടുള്ള രീതിയിൽ സാമ്പിളിംഗ് എടുക്കുക. Okay, in this technique, a sample is drawn into the probe such that the condition at the tip of the probe are the same as those in the free gas stream at the sampling point. അപ്പോൾ നമ്മൾ പ്രോബ് ചിമ്മിനിക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ആ ഇൻസേർട്ട് ചെയ്യുമ്പോൾ പ്രോബിന്റെ ഉള്ളിലും ചിമ്മിനിന്റെ ഉള്ളിലും ഉള്ള കണ്ടീഷൻസ് സെയിം ആവുക. അതാണ് ഐസോകൈനറ്റിക് ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. When these conditions are fulfilled, then the sample extracted through the probe is representative of an isokinetic condition. Under isokinetic conditions, the static pressure at the tip of the probe must be equal to the static pressure in the free stream and the same cross section. This implies that when two pressures are equalized, then the corresponding velocity must be equal. അപ്പോൾ വെലോസിറ്റീസ് പ്രോബിന്റെ ഉള്ളിലുള്ള വെലോസിറ്റിയും അല്ലെങ്കിൽ ചിമ്മിനിന്റെ ഉള്ളിലുള്ള വെലോസിറ്റി ഈക്വൽ ആവുമ്പോൾ നമുക്ക് റെപ്രസെന്റേറ്റീവ് സാമ്പിൾ കിട്ടും. അതാണ് ഈ ഒരു ടെക്നിക്ക്, എന്ത് ഐസോകൈനറ്റിക് ടെക്നിക്ക് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് 3 കണ്ടീഷൻസ് ആണ് വരിക. ഒന്ന് ഗ്യാസ് വെലോസിറ്റി, ഫ്രീ സ്ട്രീം വെലോസിറ്റിയും 2 സംഭവങ്ങളാണ് വരിക. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരിക എന്ന് നോക്കാം. When a sharp edged probe is introduced into a single phase fluid stream, then the flow pattern around the probe may be represented as in the case of a simple pitted tube. The velocity inside the probe is 0 and pressure at the tip of the probe becomes equal to stagnation pressure. If a gas velocity less than the free stream velocity is maintained inside the probe. So ഫ്രീ സ്ട്രീം വെലോസിറ്റി പറഞ്ഞാൽ നമ്മൾ ചിമ്മിനിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഗ്യാസിന്റെ വെലോസിറ്റിയാണ് ഫ്രീ സ്ട്രീം വെലോസിറ്റി. അത് യു ഇൻഫിനിറ്റി എന്നുള്ള ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത്, ഡിനോട്ട് ചെയ്യണത്. ഗ്യാസ് വെലോസിറ്റി ഇൻസൈഡ് ദ പ്രോബ്, യു പി, അതാണ് വെലോസിറ്റി ഇൻസൈഡ് ദ പ്രോബ്. അപ്പോ ഇഫ് ദ ഗ്യാസ് വെലോസിറ്റി ഇൻസൈഡ് ദ പ്രോബ് ഈസ് ലെസ് ദാൻ ഫ്രീ സ്ട്രീം വെലോസിറ്റി, അപ്പൊ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ ഫ്രീ സ്ട്രീം വെലോസിറ്റി കൂടുതലാണ്. സോ then the gas flow pattern at the tip of the probe may be represented in the figure 4.10a. അപ്പോൾ ആദ്യത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ കേസിൽ ഗ്യാസ് സ്ട്രീം വെലോസിറ്റി ചെറുതാണ് ഫ്രീ സ്ട്രീം വെലോസിറ്റിനേക്കാളും. അപ്പോൾ ആ കേസിൽ പ്രോബിന്റെ ഉള്ളിലത്തെ വെലോസിറ്റി കുറവാകുമ്പോൾ അതിലേക്ക് വരുന്ന ഗ്യാസിന്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അതാണ് ഫസ്റ്റ് ഫിഗർ കാണിക്കുന്നത്. എന്ന് വെച്ചാല് വെലോസിറ്റി ഇൻസൈഡ് ദ പ്രോബ് കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ പ്രോബിനുള്ളിലേക്ക് വരുന്ന
quantity of air will be less. അപ്പോൾ അതാണ് ഫസ്റ്റ് കേസ് നമുക്ക് പറയാൻ പറ്റുക. In this case, the static pressure at the tip of the probe is greater than the free stream static pressure at the same cross section. Okay. അപ്പോൾ ഈ കേസിൽ പ്രോബിന്റെ ടിപ്പിലുള്ള പ്രഷർ പറഞ്ഞാൽ സ്ട്രീം സ്റ്റാറ്റിക് പ്രഷറിനെക്കാട്ടും കൂടുതലാണ്. അപ്പോൾ പ്രഷർ കൂടുന്തോറും അവിടേക്ക് വെലോസിറ്റി കുറയാണ് ചെയ്യുക അല്ലേ. ഓൺ ദ അതർ ഹാൻഡ് ദ സാമ്പിളിംഗ് വെലോസിറ്റി probe velocity, gas velocity inside the probe is greater than the free stream velocity. പ്രോബിന്റെ ഉള്ളിലത്തെ വെലോസിറ്റി കൂടുതലാണെങ്കിൽ, സ്ട്രീം വെലോസിറ്റി ആണ് കൂടുതലാണെങ്കിൽ, then the flow pattern may be represented in 4.10b. 4.10bയിലാകുമ്പോൾ എല്ലാ ഗ്യാസ് ഉള്ളിലേക്ക് വരുന്ന പോലെ കാണാൻ പറ്റും അല്ലേ. 4.10b അപ്പോൾ എല്ലാ ഗ്യാസ് ഉള്ളിലേക്ക്, അപ്പോൾ കൂടുതൽ ഗ്യാസ് ഉള്ളിലേക്ക് വരും. അപ്പോൾ അതും പ്രശ്നമാണ്. കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. കാരണം റെപ്രസെന്റേറ്റീവ് സാമ്പിളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. ഹിയർ ദ സ്റ്റാറ്റിക് പ്രഷർ at the tip of the probe is less than the free stream pressure and too much gas will be sampled in proportion to the probe area. അപ്പോൾ പ്രഷർ അറ്റ് ദ ടിപ്പ് ഈസ് ലെസ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വെലോസിറ്റി കൂടും. ഓക്കെ. അപ്പോൾ കൂടുതൽ നമ്മൾ സാമ്പിളിങ് ചെയ്യും, കൂടുതൽ ഗ്യാസ്. അപ്പോൾ അതും പ്രശ്നമാണ്. കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം എന്താ വെച്ചാൽ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ എയിം. Only when the sampling velocity is equal to the free stream velocity, the pressures become equal and true isokinetic conditions are attained. Under isokinetic conditions, the flow pattern in front of the probe is not disturbed. അപ്പോൾ ഐസോകൈനറ്റിക് കണ്ടീഷൻ ആണെങ്കിൽ ഈ ഒരു C 4.10 ആണ് വരിക. അപ്പോൾ നമുക്ക് ഫ്രീ സ്ട്രീം വെലോസിറ്റി എങ്ങനെയാണോ അത് തന്നെയാണ് പ്രോബിന്റെ ഉള്ളിലത്തെ വെലോസിറ്റിയും വരിക. അപ്പോൾ ഓക്കെ ആണ്. Okay. When the particulate matter is present in the gas stream, the flow pattern in front of the probe becomes very complicated, as illustrated with 4 point. Final particles approaching the probe tip are carried away with first case നമ്മൾ പറഞ്ഞു, സ്ട്രീം വെലോസിറ്റി കൂടുതലാണ്, പ്രോബ് വെലോസിറ്റി കൂടുതലാണെങ്കിൽ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ഏറ്റവും സ്പീഡിൽ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ പ്രോബിന്റെ ഉള്ളിലേക്ക് വരണമെന്നില്ല. അപ്പോൾ ആ ഫൈനൽ പാർട്ടിക്കിൾസ് ഒക്കെ majority of the final particles will not be entering into the probe. Okay. Our larger particles in this portion of the gas travels in straight line. Larger particles ഒക്കെ സാധാ പോലെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതിന്റെ അങ്ങനെ അത്രയും വലിയ പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ ചിലപ്പോൾ സെയിം തന്നെ ആയിരിക്കും. സോ in case of second case, the capture efficiency will be greater than 1 and the sample will contain a large amount of final particles. രണ്ടാമത്തെ കേസിൽ ഫൈനൽ പാർട്ടിക്കിൾസ് ആണ് കൂടുക. ഫസ്റ്റ് കേസിൽ ഫൈനൽ പാർട്ടിക്കിൾസ് കുറയുന്നു, സെക്കൻഡ് കേസിൽ ഫൈനൽ പാർട്ടിക്കിൾസ് കൂടും. ഓക്കെ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്, ഐസോകൈനറ്റിക് സാമ്പിളിംഗ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ 2 ways. രണ്ട് രീതിയിലാണ് നമ്മൾ ഐസോകൈനറ്റിക് സാമ്പിളിംഗ് നമ്മൾ അച്ചീവ് ചെയ്യുക. ബൈ കമ്പ്യൂട്ടിംഗ് ദ പോയിന്റ് വെലോസിറ്റി ഓഫ് free stream with a pitot tube located as near as to the sampling probe as possible without interfering with the free stream, and then adjusting the sampling velocity. അപ്പോൾ നമ്മൾ pitot tube വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, you have to measure the velocity and you have to adjust the sampling velocity. ഇപ്പോൾ പ്രോബിന്റെ ഡയമെൻഷൻസ് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, have to adjust the velocity, പമ്പിങ് റേറ്റ് മാറ്റുക. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് വെലോസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് സാമ്പിളിംഗ് വെലോസിറ്റിയും ഫ്രീ സ്ട്രീം വെലോസിറ്റിയും ഈക്വൽ ആക്കിയിട്ട് മാറ്റുന്നു. ദെൻ സെക്കൻഡ്, ബൈ യൂസിങ് നൾ ടൈപ്പ് സാമ്പിളിംഗ് പ്രോബ്. നൾ ടൈപ്പ് സാമ്പിളിംഗ് പ്രോബ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻ ദ ഫോർമർ കേസ്, ഫസ്റ്റ് കേസിൽ സിൻസ് റാപ്പിഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സാമ്പിളിംഗ് റേറ്റ് ഇസ് റിക്വയർഡ്, pitot tube readings and stack temperature are converted to equivalent orifice pressure differentials to maintain isokinetic sampling velocities. These are presented in a, അപ്പോൾ അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഇതിൽ റാപ്പിഡ് അഡ്ജസ്റ്റ്മെന്റ് വേണം. പിന്നെ നമ്മൾ pitot tube റീഡിങ് ഇക്വലന്റ് ഓറിഫീസ് പ്രഷർ റീഡിങ് ആക്കി മാറ്റുകയും വേണം. എന്നാൽ മാത്രമേ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നമാണ് ഫസ്റ്റ് കേസിൽ വരുന്നത്. In a null type sampling probe, the static pressure measured between the inner and outer
probe walls is balanced. ഇപ്പോൾ നൾ ടൈപ്പ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ ഔട്ടർ ആൻഡ് ഇന്നർ വാൾസ് അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ പ്രഷർ ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നൾ ടൈപ്പ് സാമ്പിളിംഗ് പ്രോബ് ഉപയോഗിക്കുക. ദിസ് അസ്യൂംസ് ദാറ്റ് വെലോസിറ്റി വിത്തിൻ ദ പ്രോബ് is equal to the free stream velocity. So in practice, numerous problems are encountered while trying to maintain the true isokinetic conditions because a null pressure balance does not necessarily indicate a matched velocity condition. അപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് നൾ ടൈപ്പ് സാമ്പിളിംഗ് പ്രോബ് ഉപയോഗിക്കുമ്പോൾ ഐസോകൈനറ്റിക് കണ്ടീഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഫിഗർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഗ്രാഫിന്റെ ആവശ്യമൊന്നുമില്ല, അത്രയും ഉള്ളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. സോ ദ ഡിഫറൻസ് ഇൻ ടർബുലൻസ് ഫോർ ഡക്ട് ആൻഡ് പ്രോബ് ഫ്ലോ, the nozzle shape, its surface non-uniformities, possible plugging of the inner static tape by fine particles, and the location of static holes, all these may contribute to non-isokinetic condition. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കൈനറ്റിക് കണ്ടീഷനെ മീൻസ് അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ചാൻസ് ഉള്ളത്? ലൈക്ക് ടർബലൻസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നോസിലിന്റെ ഷേപ്പ് എന്താണ്, സർഫസ് ഓഫ് നോൺ യൂണിഫോമിറ്റീസ് എത്രത്തോളം ഉണ്ട്, എത്രയുണ്ട്, ദെൻ പോസിബിൾ പ്ലഗിങ്, അപ്പോൾ പ്രോബിനുള്ളിൽ പാർട്ടിക്കിൾസ് വന്ന് അടിഞ്ഞ് പ്ലഗ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ലൊക്കേഷൻ ഓഫ് ദി സ്റ്റാറ്റിക് ഹോൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക ഐസോകൈനറ്റിക് കണ്ടീഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ അത് ഐസോകൈനറ്റിക് കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്നുവെച്ചാൽ ഈക്വൽ വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക പ്രോബിന്റെ ഉള്ളിലും. മീൻസ് പ്രോബിന്റെ ഉള്ളിലത്തെ വെലോസിറ്റി എന്ത് ഇക്വേറ്റ് ചെയ്യുക? ഫ്രീ സ്ട്രീം വെലോസിറ്റി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതാണ് ഐസോകൈനറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് റെപ്രസെന്റേറ്റീവ് സാമ്പിളിംഗ് കിട്ടുക. അപ്പോൾ ഐസോകൈനറ്റിക് സാമ്പിളിംഗ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് particulate sampling ഫ്രം സ്റ്റാക്ക്. particulate സാമ്പിളിങ്ങിന്റെ കേസിൽ മാത്രമാണ് ഐസോകൈനറ്റിക് കണ്ടീഷന്റെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. കാരണം പാർട്ടിക്കിൾസ് നമുക്കറിയാം, പല സൈസുള്ള പാർട്ടിക്കിൾസ് പല രീതിയിലാണ് മൂവ്മെന്റ് ചെയ്യുക. ലാർജർ പാർട്ടിക്കിൾസ് സ്ട്രെയിറ്റ് ലൈനിൽ ഗ്യാസിന്റെ കൂടെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യും. മീഡിയം ടൈപ്പ് ഒക്കെ ഗ്യാസ് ഫ്ലോയിന്റെ കൂടെ മൂവ് ചെയ്യും. മറ്റേ സ്മോളർ പാർട്ടിക്കിൾസ് വിൽ ബി മൂവിങ് ഇൻ സിക്സാക് മാനർ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഈ particulate സാമ്പിളിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ട് അതാണ്. അപ്പോൾ high concentration of particulates are coming in from a chimney or stack. അപ്പോൾ അതുകൊണ്ട് തന്നെ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഐസോകൈനറ്റിക് കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഗ്യാഷ്യസ് സാമ്പിളിംഗ് ആണ്. സോ ഗ്യാഷ്യസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഗ്യാഷ്യസ് പൊല്യൂട്ടന്റ് സാമ്പിളിംഗ് ഫ്രം സ്റ്റാക്ക്. സോ ബേസിക് റൂട്ടൈൻ for obtaining a gas sample from stack emission is similarly to that employed in sampling of particulate matter. ബാക്കി ഉള്ള പോലെ തന്നെ ആണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം, നമ്മൾ നേരത്തെ ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ പറഞ്ഞ അതേപോലെ തന്നെയാണ് വരിക. However, in this case, sampling is much easier because it is not necessary to sample at isokinetic condition. അപ്പോൾ ഗ്യാഷ്യസ് സാമ്പിളിംഗ് ചെയ്യുമ്പോൾ ഐസോകൈനറ്റിക് കണ്ടീഷൻസ് വേണമെന്നില്ല. The sample can be withdrawn from the stack at a constant rate independent of the flow rate in the stack. Nevertheless, there are several precautions that one must take for obtaining a representative sample. എന്നിരുന്നാലും നമ്മൾ we have to take some precautions for getting a representative sample. അപ്പോൾ representative sample കിട്ടാൻ വേണ്ടിയിട്ട് വേറെ precautions നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. So particulate matter must be filtered upstream of the collection system to prevent downstream line plugging. particulate matter എന്ത് ചെയ്യണം? ഫിൽട്ടർ ചെയ്ത് മാറ്റണം. എന്നിട്ട് എന്താ വെച്ചാൽ പ്ലഗിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, as well as to minimize the loss of gaseous pollutant due to reaction with particulates on cooling. അപ്പോൾ നമ്മളിവിടെ കൂളിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പാർട്ടിക്കിൾസ് ആയിട്ട് ഗ്യാസസ് പൊല്യൂട്ടൻസ് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ particulate matter ഫിൽട്ടർ ചെയ്ത് കളയണം. So it is useful to point the probe downstream to minimize the amount of particulates that are pulled into the sampling line. അപ്പോൾ സാമ്പിളിംഗ് പ്രോബ് നമ്മൾ ഡൗൺ സ്ട്രീമിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് വെക്കേണ്ടത്, അപ്സ്ട്രീമിലേക്കല്ല.
അപ്പോൾ so that we can minimize the amount of particles which are entering into the sampling line. If a straight probe is used, it can be fitted with an integral filter. അപ്പോൾ ഫിൽറ്റർ അതിൻ്റെ കൂടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാൻ പറ്റും. If moisture is present in stack gases, it could get condensed in the sampling line and dissolved the gaseous constituents of interest. അപ്പോൾ മോയ്സ്ചർ ഉണ്ടെങ്കിൽ കണ്ടൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഗ്യാസസ് പൊല്യൂട്ടൻസ് ഡിസോൾഡ് ഫോമിൽ ആവാനുള്ള ആവും. അപ്പോൾ അതൊരു ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ബിക്കോസ് ദർ വിൽ ബി റിഡക്ഷൻ ഓഫ് ദി concentration of gaseous pollutants. To prevent the losses resulting from condensation, the sampling line may be heated. അപ്പോൾ ഹീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യണം. സാമ്പിളിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സാമ്പിളിംഗ് ലൈൻ എന്ത് ചെയ്യണം? യു ഹാവ് ടു heat. Care must be taken to use a tubing and the sampling probe made up of inert materials so as to avoid reaction. അപ്പോൾ ട്യൂബിങ് അല്ലെങ്കിൽ ആ ട്യൂബൊക്കെ ഉപയോഗിക്കുന്നത് സാമ്പിളിംഗ് പ്രോബ് ഉപയോഗിക്കുന്നതൊക്കെ എന്തായിരിക്കണം? ഇനേർട്ട് മെറ്റീരിയൽസ് ആയിരിക്കണം. സോ ആസ് ടു reaction. Avoid reaction. So stainless steel is usually an acceptable probe material, and in some special application, Teflon is the preferred material. ഇപ്പോൾ ടെഫ്ലോൺ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ ആണ് നമ്മൾ സാധാരണ കൊടുക്കുക. ഇതാണ് ഒരു സ്റ്റാറ്റിക് ടേപ്പ് കാണാൻ പറ്റും. സാമ്പിളിംഗ് പ്രോബ്, ഓക്കെ. ഇതൊക്കെ നമ്മൾ സാമ്പിളിംഗ് ട്രെയിനിൽ വരുന്ന കുറേ കാര്യങ്ങളാണ്. ഫിൽട്ടർ മീഡിയ, സൈക്ലോൺ, ഫ്രീസ് ഔട്ട് ട്രാപ്പ് അല്ലെങ്കിൽ ഇംബിജിബൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് സാമ്പിളിംഗ് കമ്പോണൻസ്. അപ്പോൾ കണ്ടൻസർ വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഓട്ടോമീറ്റർ ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്യാസ് മീറ്റർ, വാക്വം പമ്പ് എന്നുവെച്ചാൽ പമ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്, വർക്ക്പീസ് ഫ്ലോ മീറ്റർ ഫ്ലോ മെഷർ ചെയ്യാൻ, ഇജക്ടർ അല്ലേ, പിന്നെ സൈക്ലോണ് ഒക്കെ സാമ്പിളിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഫിൽട്ടർ മീഡിയ സാമ്പിളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇംപിഞ്ചർ ഉപയോഗിക്കുന്നു അഡ്സോർപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രീസ് ഔട്ട് ട്രാപ്പ് ഒക്കെ സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് സാമ്പിളറാണ്. അപ്പോൾ അതൊക്കെ ആണ് വരുന്നത്. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇതിൽ വരുന്നത്.